നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു കിഡിലൻ റൈസ് റെസിപ്പി ആയാലോ ഇന്ന്. ട്രസ്റ്റ് മീ ഗൈസ്, സത്യമായിട്ട് പറയുകയാണ് കേട്ടോ. അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന സാധനങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ ഇതെന്താ ഈ ബട്ടറൊന്നും ഇപ്പോൾ സാധാരണ എല്ലാവരുടെയും വീട്ടിലൊന്നും ഉണ്ടാവില്ലല്ലോ, ചിന്തിക്കാൻ വരട്ടെ കേട്ടോ. ആ ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിലോ ഇനി ബട്ടറും ഓയിലും മിക്സ് ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെറും ഓയിലായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടറും അതേപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഓയിലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ചൂടായ ആ ഒരു ഓയിലിലേക്ക് ഞാനിതാ കുറച്ച് കടുകും അതേപോലെ തന്നെ ഒരു നുള്ള ചെറിയ ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. സോറി, പൊട്ടുന്നത് വരെ വയ്ക്കുന്നുണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് വരും കേട്ടോ. അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ നന്നായിട്ട് തന്നെ അതൊക്കെ ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാട്ട്. എന്നിട്ട് ചെറിയ 2 വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക, നല്ലപോലെ തന്നെ വഴന്നോട്ടെ കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ തന്നെ വഴന്ന് വന്നോട്ടെ. എന്നിട്ട് ഒരു തക്കാളിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു തക്കാളി നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇതേപോലെ നല്ലപോലെ വഴന്ന് വരണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടെ. പൊടികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കൂടി പോകാൻ പാടില്ല. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടല്ലോ അതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിന് മുമ്പായിട്ട് ഞാൻ 2 ഏലക്കയും ഒരു 2 ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ടയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ ആ ഒരു മസാലയുടെ ആ ഒരു പച്ചമണക്കം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. മസാല കയറി പോകരുത് കേട്ടോ, കാരണം കൂടുതലായിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെയാണ് ഇത് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവരായിരിക്കും കൂടുതൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ മസാലകൾ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഇത് വലിയവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിതാ 2 മുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നത്. മുട്ടയുടെ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ 2 ചേർത്തുന്നേ ഉള്ളൂ. 3 വേണമെങ്കിൽ 3, 4 ഒക്കെ എടുക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അങ്ങനെ ഒരു 10 സെക്കൻഡ് അങ്ങനെ വെച്ചിട്ട് പിന്നീട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആവുന്നത് വരെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ നല്ല ഡ്രൈ ആവണ വരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഏത് റൈസ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിപ്പോൾ ഞാനിട്ടുള്ളത് മട്ട റൈസാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് സാധാ കഴിക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ബസ്മതി റൈസ് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഈ സമയത്ത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര, ആ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കിഡിലൻ എഗ് റൈസ് വരെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. തൈരിൻ്റെ ഒക്കെ കൂടെയാണ് ഭയങ്കര ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് പറയണേ. പിന്നെ നമ്മുടെ ചാനൽ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ. അപ്പോൾ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്